ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് പുതിയ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഡാവ് സ്കൂളിലെ ഇന്ത്യയിലെ മുഴുവനായിട്ടുള്ള ഓൾ ഓവർ ഇന്ത്യയിലുള്ള ഡാവ് സ്കൂളിലേക്കുള്ള സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതില് PGT, TGT, PRT, PPTTC, അതായത് പ്രൈമറി ബാലവാടിക ടീച്ചർ, അതുപോലെ നോൺ ടീച്ചിങ് പോസ്റ്റ്, ഇത്രയും പോസ്റ്റ് ലൈബ്രറി ഉൾപ്പെടെ നഴ്സ് ഉൾപ്പെടെയുള്ള നോൺ ടീച്ചിങ് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് October 6 മുതൽ, അതായത് ഈ മാസം 31 വരെയാണ് ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കേണ്ടത് 26 നവംബർ വരെ ഉണ്ട്. 26 നവംബർ വരെ ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പേയ്മെന്റ് CBT ഫീ അത് നിങ്ങൾക്ക് ഫൈനൽ വെരിഫിക്കേഷൻ അവർ തരും. അത് കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ബാക്കി phase 2 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ സെന്റർ ഒക്കെ സെലക്ട് ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾ എക്സാം എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. എക്സാം വരുന്നത് ഏകദേശം January 2026 എക്സാം വരുന്നത്. അതിനുശേഷം ഡെമോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനുള്ള ഡെമോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇത്? ഓക്കെ, അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ EMRSന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഏകലവ്യ മോഡൽ റെസിഡൻസ് സ്കൂളിലേക്ക് വിളിച്ചിരിക്കുന്ന TGT, PGT, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അപേക്ഷിക്കാനുള്ളത്. ഇന്ന് രാത്രി 11:59 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഗേൾസിന് 50 വയസ്സ് വരെ പ്രായപരിധിയുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ട, ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം മതി. അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾ പോയിട്ട് വേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് ഇന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. ഇന്ന് തന്നെ കൊടുക്കണം. October 20 മുമ്പ് തന്നെ അപേക്ഷ കൊടുക്കണം. സർട്ടിഫിക്കറ്റുകൾ എന്ന് വെച്ചാൽ EWS ഉള്ളവര്, SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവര്, NCL വേണ്ടവരൊക്കെ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം. ഓക്കെ, ഇനി നമുക്ക് ഡാവിലേക്ക് തിരിച്ചു വരാം. ഡാവില് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്? റിക്രൂട്ട്മെന്റ് പ്രോസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്? ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ PGT ഉണ്ട്. എന്താ PGT, TGT, PRT, അതുപോലെ തന്നെ ബാലവാടിക ടീച്ചർ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് വേക്കൻസീസ്. PGT എല്ലാത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞുതരാം. PGTയുടെ ക്വാളിഫിക്കേഷൻ PG പ്ലസ് B.Ed ആണ്. 50% മാർക്ക് വേണം. ഓക്കെ, CTETO, KTETO, നെറ്റോ സെറ്റോ ഒന്നും തന്നെ വേണ്ട ഇതിലും. ഓക്കെ, TGTയുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് B.Edനും നിങ്ങളുടെ ഡിഗ്രിക്കും 50% മാർക്ക് വേണം. CTET 2 വേണം, അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തിലെ ടെറ്റും സ്വീകരിക്കുന്നതാണ്. അതായത് കേരളത്തിലാണെങ്കിൽ KTET, കേരളത്തിലുണ്ടെങ്കിൽ KTET, അങ്ങനെ. ഓക്കെ, PRTയിലേക്ക് വരുമ്പോൾ DLED, CTET 1 അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തിന്റെ ടെറ്റ് ഉപയോഗിക്കാം. ബാലവാടിക ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി പ്ലസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ബാലവാടിക കോഴ്സ് ലൈക്ക് NDTT, PPTTC പോലുള്ള കാര്യങ്ങൾ. ബാക്കി നോൺ ടീച്ചിങ് ആണ്, അത് വഴിയെ പറയാം. അപ്പൊ ഏതൊക്കെയാണ് വിളിച്ചിട്ടുള്ള പോസ്റ്റ്? ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം പലരും ചോദിച്ചിട്ടുണ്ട്. സംസ്കൃതം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ? സംസ്കൃതം ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇനി PGയിലേക്ക് വരാം. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സൈക്കോളജി പലരും ചോദിച്ചിട്ടുണ്ട്. സൈക്കോളജി വിളിക്കുന്നില്ല. സൈക്കോളജി ഇവിടെ വിളിച്ചിട്ടുണ്ട്. സൈക്കോളജി, ഹോം സയൻസ്, അതുപോലെ തന്നെ സോഷ്യോളജി പലരും ചോദിച്ചിട്ട് വിളിക്കുന്നത്. സോഷ്യോളജി അവിടെ വിളിച്ചിട്ടുണ്ട്. സൈക്കോളജി, സോഷ്യലും വിളിച്ചിട്ടുണ്ട്. അടുത്ത TGTയിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ സംസ്കൃതം വിളിച്ചിട്ടുണ്ട്. TGT സംസ്കൃതം, അതുപോലെ TGT മാത്സ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ ലൈബ്രറിയൻ ഗ്രേഡ് 1. പിന്നെ ഭാഷകളാണ്, ലാംഗ്വേജ് ആണ് മറാത്തി, ഗുജറാത്തി, പഞ്ചാബി, ബംഗാളി, ഒഡിയ, കന്നഡ, തമിഴ്, തെലുഗു. മലയാളം ഇല്ല. അതുപോലെ മ്യൂസിക് ടീച്ചർ, ഡാൻസ് ടീച്ചർ, പെയിന്റിംഗ് ആൻഡ് ആർട്സ് ടീച്ചർ, ഇത്രയും വിളിച്ചിട്ടുണ്ട്. PRTയിലേക്ക് വരുമ്പോൾ PRT ഇംഗ്ലീഷ്, ഹിന്ദി, PRTയിലും TGTയിലും PGTയിലും സംസ്കൃതം ഉണ്ട് കേട്ടോ. സംസ്കൃതം, PRT മാത്സ്, PRT സോഷ്യൽ സയൻസ്, PRT കമ്പ്യൂട്ടർ സയൻസ്, PRT സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ലൈബ്രറിയൻ ഗ്രേഡ് 2. പിന്നെ ഭാഷ മറാത്തി, ഗുജറാത്തി, പഞ്ചാബി, ബംഗാളി, ഒഡിയ, കന്നഡ, തമിഴ്, തെലുഗു. പിന്നെ പെയിന്റിംഗ്, ആർട്സ്, വെൽനസ് ടീച്ചർ ആൻഡ് കൗൺസിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പോസ്റ്റിൽ എന്നുള്ളത് ഇവിടെ വിളിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക്. നഴ്സറിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു നഴ്സറി ടീച്ചർ വിളിച്ചിട്ടുണ്ട്. പിന്നെ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്ക് വരുമ്പോൾ നോൺ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ LDC അക്കൗണ്ടന്റ്, LDC അഡ്മിനിസ്ട്രേഷൻ, UDC അസിസ്റ്റന്റ്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് ബയോളജി, ലാബ് അസിസ്റ്റന്റ് കെമിസ്ട്രി, ലാബ് അസിസ്റ്റന്റ് ഫിസിക്സ്, ലാബ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ, നഴ്സ്, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കി വ്യക്തമായിട്ട് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. സമയമുണ്ട്, ഈ മാസം ഫുള്ള് സമയമുണ്ട്. ഓക്കെ, ഇത്രയാണ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ CBT എക്സാം എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ, ടൈമിംഗ്, മാർക്കും പാറ്റേൺ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി മനസ്സിലാക്കാം. സാധാരണ 2 പേപ്പറാണുള്ളത്. ഒന്ന് നിങ്ങളുടെ റീസണിംഗ് പേപ്പറും, രണ്ടാമത് നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ. ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ എക്സാംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ പിന്നെ ഉള്ളത് പിന്നെ പറയാനുള്ളത് ഹൗ ടു വെയർ ടു അപ്ലൈ. നിങ്ങൾക്ക് ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാം, മീൻസ് ടൈം ലൈം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, CBT എക്സാം പാറ്റേൺ, പിന്നെ അതിന്റെ പോസ്റ്റുകൾ, എബൌട്ട് ഡാവ് CMCയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറിനെ കുറിച്ച് വന്ന അഡ്വർടൈസ്മെന്റുകളാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അതായത് 19ഓളം സ്കൂളുകളിൽ അത് വിളിച്ചിട്ടുണ്ട്. ബീഹാർ,
ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗർവാൾ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, സൗത്ത് സോൺ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ 19ഓളം, അതായത് യൂണിയൻ ടെറിട്ടറി ആൻഡ് സ്റ്റേറ്റ് ബേസ് ചെയ്ത് 19ഓളം സ്റ്റേറ്റിലാണ് വിളിച്ചിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു, ഡേറ്റ് എല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ CBT രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോകും. നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം പാസ്വേഡ് കൊടുത്ത് ഇവിടെ ഡിക്ലറേഷൻ കൊടുത്തിട്ട് OTP വരും. OTP വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ ആരംഭിക്കാം. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് കിട്ടാനായിട്ട് സൈറ്റ് ഇടാനായിട്ട് ഒരു പ്രയാസമില്ല. ജസ്റ്റ് DAV റിക്രൂട്ട്മെന്റ് എന്ന് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നോക്കി പഠിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്തോളൂ. താല്പര്യമുള്ളവര് ഡാവ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഡാവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് ഡാവ് DAC DAV കോളേജ് മാനേജിംഗ് കമ്മിറ്റി DAV CMC is the largest non-governmental organization in the field of education in India today. ഓക്കെ, അതായത് നോൺ ഗവൺമെന്റൽ ആണ്, പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് സെക്ടർ ആണ്, ഓൾ ഇന്ത്യ ലെവലിലുള്ളതാണ്. ഇറ്റ് ഹാസ് എ ഗ്ലോറിയസ് പോസ്റ്റ് സ്റ്റീപ്ഡ്. വായിച്ചു നോക്കുക. ഓക്കെ, ഏകദേശം 900 എംപ്ലോയീസ്, 1 ലക്ഷം, സോറി ക്യാമ്പസ് 900 ക്യാമ്പസ്, 1 ലക്ഷത്തോളം എംപ്ലോയീസ്, 20 ലക്ഷത്തോളം സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന അത്രയും ബൃഹത്തായിട്ടൊരു ശൃംഖലയാണ് DAV DAV എന്ന് പറയുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സാധാരണ സെൻട്രൽ ഗവൺമെന്റ് ബേസ് ആയിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അധികം അറിയണം താല്പര്യമുള്ളവർക്ക് ഇതിന് വായിച്ചു നോക്കാം. ഇത് വായിച്ചു നോക്കാൻ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെയോ വിളിച്ചോ ചോദിക്കാം. നമുക്കറിയാം 77 36 75 0473 താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഈ നമ്പറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിലൂടെ വിളിച്ചോ ചോദിക്കാം. വാട്സ്ആപ്പ് മെസ്സേജാണ് ഞാൻ ഈ പറഞ്ഞ 77 തുടങ്ങുന്ന നമ്പറാണ് വാട്സ്ആപ്പ്. ബാക്കി ഒന്നിനും വാട്സ്ആപ്പ് ഇല്ല. ബാക്കി നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഈ എല്ലാ നമ്പറിലും കോൾ ചെയ്യാം. വാട്സ്ആപ്പ് ഒരു നമ്പറിലേ ഉള്ളൂ. 77 തുടങ്ങുന്ന നമ്പറിലാണ് വാട്സ്ആപ്പ് ഉള്ളത്. പിന്നെ നമ്മുടെ EMRSന്റെ KVSന്റെ NVSന്റെ അഡ്മിഷൻ എടുക്കാൻ ഒരു നിൽക്കുന്നവർക്കും തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ 77 36 75 0473 പറഞ്ഞ നമ്പറിൽ നമുക്ക് വിളിച്ചന്വേഷിച്ചിട്ട് അഡ്മിഷൻ പ്രോസസിനെ പറ്റി ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ മാക്സിമം അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതാത് സമയങ്ങളിൽ തരുന്നതായിരിക്കും. ഒത്തിരി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇനി തരാനുണ്ട്. റെയിൽവേ നോൺ ടെക്നിക്കലും ധാരാളമായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IIT സ്കൂളിൽ ടീച്ചിങ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തന്നെ ടീച്ചർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയുന്നു, EMRS ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ ഇതിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. താങ്ക് യു. വന്ദേ മാതരം. ജയ്.